a very anticipated directorial debut. We have Mr. Kiran Das as the director of the film. ഒരുപക്ഷെ കിരൺ ദാസ് എന്ന എഡിറ്ററിനെ കുറിച്ച് മലയാളികൾക്കിടയിൽ ഒരു വലിയ ഇൻട്രൊഡക്ഷന്റെ കാര്യമില്ല. കാരണം അത്രത്തോളം നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ ഒരുപാട് സിനിമകളുടെ എഡിറ്ററാണ്. സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് എഡിറ്ററാണ്. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഉന്മാദം. And also Unmadam is being proudly presented and produced by one of the most renowned studios in India, none other than Panorama Studios International Limited. Gulshan Kumar, Bhushan Kumar, T-Series Films, Panorama Studios അവതരിപ്പിക്കുന്ന ഉന്മാദം സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മിസ്റ്റർ കുമാർ മംഗത് പഠക് along with Mr. അഭിഷേക് പഠക് എന്നിവരാണ്. And also I must say that ടീസർ നമ്മൾ കണ്ടപ്പോൾ ഇതൊരു പോലീസ് കഥയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളെല്ലാവരും തിരഞ്ഞു നോക്കിയ ഒരു പേരുണ്ട്. ഈ കഥ എഴുതിയിരിക്കുന്നത് ആരാണ് സിനിമയുടെ റൈറ്റർ എന്നുള്ളത്. നമ്മൾ മലയാളികൾ എല്ലാവരും പറയാറുണ്ട് പോലീസ് കഥകളുടെ അഗ്രഗണ്യനായ മിസ്റ്റർ ഷാഹി കബീർ ഈസ് ദ റൈറ്റർ ഓഫ് ദ ഫിലിം ഉന്മാദം. ആൻഡ് ഓൾസോ ഒരുപാട് വർഷങ്ങളായി ഏറ്റവും ബോൾഡ് ആയിട്ടുള്ള എക്സ്ട്രീംലി റിയലിസ്റ്റിക് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് സമ്മാനിച്ചുകൊണ്ട് ഓരോ സിനിമയിലൂടെയും നമ്മളെ കൂടുതൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ അങ്ങേ കോർണറിൽ ഇരിക്കുന്ന നമ്മുടെ സ്വന്തം കുഞ്ചാക്കോ ബോബൻ, നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ സിനിമയിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ആൻഡ് ഓൾസോ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കൊണ്ട് ഓരോ സിനിമയിലും അത്രത്തോളം പെർഫോമൻസ് കൊണ്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് നിരന്തരമായും അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് താരങ്ങളുടെ അടുത്ത് തന്നെ അറിയാം. അസാധാരണമായി സെറ്റിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടായോ? വാട്ട് വാസ് ദർ എക്സ്പീരിയൻസ് ഇൻ ക്രിയേറ്റിംഗ് സച്ച് എ ത്രില്ലിംഗ് മിസ്റ്റിക് സ്റ്റോറി? We will get to know that from our stars itself. And now, ladies and gentlemen, we are about to mark a very meaningful beginning for our gathering. നമുക്കറിയാം സിനിമയിലെ മാജിക് നമ്മൾ സ്ക്രീനിൽ കാണുന്നതിന് മുന്നേ തന്നെ അത് മനസ്സിൽ കണ്ട് വിഷ്വലൈസ് ചെയ്യുന്ന ആളാണ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ദ ഡയറക്ടർ ഓഫ് ദ ഫിലിം. നിരവധി സിനിമകളിലൂടെ തൻ്റെ എഡിറ്റിംഗ് സ്കിൽസ് ഉപയോഗിച്ച് സിനിമയുടെ ഭംഗി കൂട്ടിയിട്ടുള്ള അതുല്യ പ്രതിഭയെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാനായി പോകുന്നത്. ഏതൊരു സീൻ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് കൃത്യമായി ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞിട്ടുള്ള ദ മാസ്റ്റർ ക്രാഫ്റ്റർ. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും, ജോസഫ്, ഇലവീഴ പൂഞ്ചിറ, രോമാഞ്ചം, അങ്ങനെ നിരവധി സിനിമകളുടെ എഡിറ്റിംഗ് നിർവഹിച്ച് ഇഷ്ക് എന്ന സിനിമയിലൂടെ കേരള സ്റ്റേറ്റ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് എഡിറ്റർ പുരസ്കാരവും സ്വന്തമാക്കി ഇന്ന് അദ്ദേഹം ഡയറക്ടർ എന്ന റോളിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. മലയാള സിനിമയിൽ പുതിയ ചരിത്രം രേഖപ്പെടുത്തുന്നതിനായി അദ്ദേഹം എത്തുകയാണ്. So ladies and gentlemen, now the time has come for us to celebrate the director of Unmadam, who is ready to take us through his cinematic magic. With a big round of applause, let us welcome none other than Mr. Kiran Das. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ത്രില്ലർ സിനിമയെ കുറിച്ച് ഇത് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണെന്ന് പറയുമ്പോൾ ഞാൻ പേര് അനൗൺസ് ചെയ്ത് വളരെ താഴെ ഇരുന്ന് ചോദിച്ചത് ഞാൻ കയറണോ, സ്റ്റേജിലേക്ക് കയറണോ എന്ന് ചോദിച്ചാൽ സ്വയമേ കൈയടിച്ചിട്ടാണ് സ്റ്റേജിലേക്ക് വന്നത്. ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞതെന്ന് അറിയണോ നിങ്ങൾക്ക്? സംസാരിക്കാൻ പറയായിരുന്നു. മൈക്ക് കൊടുക്കണോ? ഞാൻ കൊടുക്കണം വേണ്ടതാണ് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും എഡിറ്ററിൽ നിന്ന് ഡയറക്ടറിലേക്കുള്ള ഒരു ഇൻസ്പയറിംഗ് ജേർണി. എത്ര സിനിമകൾ നമുക്ക് ഇങ്ങനെ എണ്ണി പറയാം. യു ബീയിങ് ദ എഡിറ്റർ, സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആണ്. അപ്പോൾ വി ആർ ക്യൂരിയസ് ടു നോ അബൌട്ട് യുവർ ജേർണി. ആളതാ ഇവിടെ നിന്ന് വരച്ചുകൊണ്ടിരിക്കാണ്ട് ടെൻഷൻ അടിക്കണ്ട. നല്ലൊരു കൈയ്യടി കൊടുക്കാമല്ലേ ആൾക്ക്? ഇപ്പൊ ടെൻഷൻ മാറി തോന്നുന്നു. മൈക്ക് മേടിക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ പറയാമെന്നുള്ളത് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, എൻ്റെ ഒരു കൗതുകത്തിന് ഞാൻ ചോദിക്കുകയാണ്, ഏത് പോയിന്റിലാണ് ഓക്കെ ഒരു സിനിമ സംവിധാനം ചെയ്തേക്കാം എന്നുള്ളൊരു ചിന്ത വരുന്നത്? എഡിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രോസസ് ഒന്ന് എൻജോയ് ചെയ്യാൻ തോന്നി. ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്കും ടെക്നിക്കലി സിനിമ ഒരുപാട് മാറാൻ സാധ്യതയുണ്ട്. അപ്പം നിലവിലത്തെ മീഡിയം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നി, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ തോന്നി. ഇനി ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, എഡിറ്ററാണ്, ഡയറക്ടറാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോൾ ഈ സീൻ വേറൊരു രീതിയിൽ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരുന്നത്. അപ്പോൾ എഡിറ്റർ ആയതുകൊണ്ട് തന്നെ സംവിധാനം ചെയ്യുമ്പോൾ ഉള്ളിലത്തെ എഡിറ്റർ എങ്ങനെയായിരുന്നു? ഇത് ശല്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ എഡിറ്റർ ആണോ ഡയറക്ടർ ആണോ കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിന്നത്? അല്ല, നമുക്ക് കുറച്ചും കൂടെ ഏതാണ് വേണ്ടത് തീരുമാനിക്കാൻ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. കുറച്ചും കൂടെ പഴയ രീതിയിൽ, അതായത് ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രം എടുത്ത് നമ്മൾ കൃത്യ ഷെഡ്യൂൾ നമുക്ക് തീർക്കാൻ പറ്റി. വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായില്ല. ഓപ്ഷൻസ് കുറച്ചുകൂടെ കുറവായിരുന്നു ഷൂട്ട് ചെയ്തത്.
അടുത്ത തവണ ചെയ്യുമ്പോൾ എഡിറ്റർ അല്ലാതെ സിനിമ ചെയ്ത് നോക്കാൻ വിചാരിക്കുന്നു, കുറച്ച് ഓപ്ഷൻസ് കൂട്ടിയിട്ട്. ഓക്കെ, ആളവിടെ ദാ ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ചെറുതായിട്ട് കൈ വരച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം അല്ലേ. അപ്പൊ ആളെ കൂടുതൽ കഷ്ടപ്പെടുത്തേണ്ട കാര്യമല്ലല്ലോ. ഇനി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? എല്ലാവിധ ആശംസകളും നേരാണ്. നന്ദി, എല്ലാവരും സിനിമ ഒന്ന് കാണുക. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് സർ. ആദ്യമേ അതാണ് പറയേണ്ടത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും ഒരുപാട് സിനിമകളിലെ സംവിധായകനായിട്ട് തന്നെ നമുക്ക് മുന്നിലേക്ക് എത്താം. എല്ലാവിധ ആശംസകളും നേരാണ്. ഇപ്പൊ താഴെ എല്ലാവരും ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, സോ നല്ലൊരു കാര്യം തന്നെ നമുക്ക് നമ്മുടെ സംവിധായകൻ ശ്രീ കിരൺ ദാസ് സാറിനായിട്ട് നൽകാം. താങ്ക് യു സോ മച്ച് സർ. And moving on, up next, we are paving the floor to yet another incredible people who have marked the valuable presence here with us today. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉന്മാദം സിനിമ നമുക്കായി സമ്മാനിക്കുന്നത് one of the leading film studios in the country, Panorama Studios International Limited, and they are known for delivering incredible cinemas across state, across languages, including Omkara, to other blockbuster franchises including Shaitan and our own Drishyam as well. നമുക്കറിയാം ദൃശ്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പൊ അത് നമ്മൾ മലയാളികളുടെ മാത്രം സിനിമയല്ല അല്ലെ, ഇന്ത്യ ഒട്ടാകെ ഏറ്റെടുത്തൊരു സിനിമയാണ്. ആൻഡ് ഓവർ ദി ഇയേഴ്സ് പനോരമ സ്റ്റുഡിയോസ് ഹാവ് മെയ്ഡ് ദൃശ്യം from being a hugely accepted and loved Indian film to a global phenomenon, to a global trademark. And ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ, we have some records as well with this. ചൈനയിൽ ആദ്യമായിട്ട് റീമേക്ക് ചെയ്യുന്ന ഇന്ത്യൻ സിനിമ എന്നൊരു ഗോൾഡൻ ഫെദർ ദൃശ്യത്തിന് സ്വന്തമാണ്. And also we are ready to make another record, being the first Indian film to be remade in South Korea as well. അതോടൊപ്പം ഇംഗ്ലീഷ് സ്പാനിഷ് ഡെവലപ്മെന്റ്സും on progress ആണ്. So this have been made possible with Panorama Studios International Limited. And ഏറ്റവും അഭിമാനത്തോടു കൂടി പറയേണ്ട കാര്യം, Panorama Studios is making their strong promise here in Malayalam film industry as well. മൂന്നാമത്തെ സിനിമയായി ഉന്മാദവുമായി നമുക്ക് മുന്നിലേക്ക് അവർ എത്തുകയാണ്. Earlier with David and Anomi, they have marked their strong presence here. And Panorama Studios and എത്രത്തോളം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള യാത്രയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ it is quite obvious that they'll be having some inspiring people to lead Panorama Studios from the front. Ladies and gentlemen, the incredible personalities, the chairman Mr. Kumar Mangat Padag, and also the national award winning filmmaker Mr. Abhishek Padag is the people behind Panorama Studios. And now we are absolutely privileged to have the valuable presence of Mr. Kumar Mangat Padag here with us today. Hearty welcome to you, sir. Welcome to Kochi. Welcome to Lulu Mall. It's our absolute privilege to have your valuable presence here with us for the grand trailer launch of Unmadam. And all we Malayalis want to know about is, how are you feeling about Unmadam? What do you want to tell us at the moment? Thank you everyone. बहुत अच्छा लग रहा है और पूरी टीम ने एक रिकॉर्ड टाइम के अंदर ये फिल्म कंप्लीट की है. पानोरमा स्टूडियो की ये पहली इंडिपेंडेंट फिल्म है मलयालम में, और इसके अलावा और काफ़ी फिल्में कर रहे हैं. तो मुझे लगता है कि लोगों को बहुत पसंद आएगी. पूरी टीम ने, सब लोगों ने इस फिल्म में जिस तरह से काम किया है उसका रिजल्ट सामने है. It's our absolute privilege to have Panorama Studios yet another time in Malayalam film industry, and keep on coming and keep on giving us absolutely rocking films. And thank you so much for being here with us today. Your presence have truly enriched this gathering, and we cannot be grateful, we cannot put into words how grateful we are to you, sir. Thank you so much. And requesting you to kindly take your seats down along with our guests. So just now, Mr. Kumar sirinte vaakkalana nammal kettadu. Moving on, ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മലയാളത്തിലെ ത്രില്ലർ സിനിമകളുടെ ഫോർമുല മാറ്റി എഴുതിയ മാസ്റ്റർ ബ്രെയിനനെയാണ്. നമുക്കറിയാം, മലയാളത്തിൽ ഒരുപാട് പോലീസുകാരുടെ കഥകൾ പറയുന്ന സിനിമകൾ വന്നിട്ടുണ്ടല്ലേ. പക്ഷെ അതിൽ കാക്കിക്കുള്ളിലെ ജീവിതം എത്രത്തോളം പ്രയാസം നിറഞ്ഞതാണ്, ഓരോ ദിവസവും അവർ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ എത്രത്തോളം വലുതാണ്, ആ ഒരു റിയാലിറ്റി വളരെ പച്ചയായി തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിച്ച മറ്റൊരു എഴുത്തുകാരൻ ഇല്ല എന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാനായി സാധിക്കും. അദ്ദേഹം പേന ചലിച്ച ഏതൊരു സിനിമയെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു നോവാണല്ലേ, അത്രത്തോളം നമ്മളെ ഹോണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും ആ സിനിമകളെ കുറിച്ച് ഓർക്കുമ്പോൾ, സ്പെഷ്യലി ജോസഫ്, നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, റോന്ത്, ഇതെല്ലാം ഒരിക്കൽ കൂടി കാണാനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും പറയുന്നത് ഇല്ല എന്ന് തന്നെയായിരിക്കും. അത്രത്തോളം നമ്മുടെ മനസ്സിനെ പിടിച്ചുലച്ച കഥകളാണ് മലയാളികൾക്കായി അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ,
I am talking about the architect of suspense, the one man who knows how to play with the human mind. Let's give it up for the writer, Shahid Kabir. മികച്ച കൈയ്യടി നൽകുന്ന അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹാർട്ടി വെൽക്കം സർ. അങ്ങനെ വീണ്ടും ഒരു പോലീസ് കഥയായിട്ട് നമ്മുടെ എല്ലാവരുടെയും സമാധാനം കളയാനായിട്ട് എത്തിയിരിക്കുകയാണ്. അല്ല, ഈ പ്രാവശ്യം സമാധാനം കളയില്ല. ഇതുവരെ ഇത് സിനിമയിലെ ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള സിനിമയാണ്. ലൈറ്ററാണ്. ഈ ഉന്മാദം എന്ന പേര് കേൾക്കുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് 1, 2, 3 പ്രാവശ്യം കാണാൻ പറ്റുന്ന സിനിമയായിരിക്കും. ഓക്കെ, ഉന്മാദം എന്ന പേര് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിൽ വരുന്ന ഒരു ചോദ്യം അതായിരുന്നു. ബാക്കി എല്ലാ സിനിമകളിലും കണ്ടു കഴിയുമ്പോൾ നമ്മുടെ നെഞ്ചു നോവും, നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇത് പോലീസുകാർക്ക് വരുന്ന ഉന്മാദത്തെ കുറിച്ചാണോ, അത് കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് വരുന്ന ഉന്മാദത്തെ കുറിച്ചാണോ സൂചിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു എനിക്ക് ചോദിക്കേണ്ടത്. അല്ല, ഇത് കഴിഞ്ഞ സിനിമകളുമായി യാതൊരു ബന്ധമില്ലാത്തൊരു സിനിമയാണ്. ഇത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സിനിമ കൂടാണ്. ഫേവറേറ്റ് സിനിമ കൂടെയാണല്ലേ? വ്യക്തിപരമായി ഇതുപോലെ ഒരുപാട് പോലീസ് കഥകളുണ്ടോ ഇനിയും ഉള്ളില്? അത് തീർച്ചയായും ഇനിയും ഉണ്ടാവും. കുറെ അധികം ഉണ്ടാവും അല്ലേ? ഓക്കെ, പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിയാലിറ്റി വളരെയധികം കറക്റ്റ് ആയിട്ട് തന്നെ സിനിമകളിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് സ്റ്റിക്കിംഗ് ഓൺ ടു ദ വേർഡ് ഉന്മാദം, കൗതുകത്തിൽ ഞാൻ ചോദിക്കുകയാണ് സാറിന്, പോലീസ് ഓഫീസർ ആയിട്ടിരിക്കുമ്പോഴാണോ ഇപ്പൊ സിനിമയിലെ റൈറ്ററായി ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോഴാണോ കൂടുതൽ ഉന്മാദം ആസ് എൻ ഹാപ്പിനെസ് ലഭിക്കുന്നത്? തീർച്ചയായിട്ടും സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. പോലീസിൽ ഉന്മാദത്തിനുള്ള സമയമില്ല. ഇല്ല, ഇപ്പൊ സിനിമയിലിരിക്കുമ്പോൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് പ്രേക്ഷകർ ഉന്മാദം കാണാനായിട്ട് വരുമ്പോൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? പ്രേക്ഷകരോടായിട്ട് എന്താണ് ഷാഹിദ് കബീർ? നമ്മള് മലയാളികൾ എല്ലാവരും പറയും പോലീസ് കഥകളുടെ അഗ്രഗണ്യനാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? വാട്ട് വി ഹാവ് ടു എക്സ്പെക്ട് വെൻ വി കം ടു വാച്ച് ഉന്മാദം? ഇത് കുറച്ചുകൂടെ ഒരു ഫാമിലി അല്ലെ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അത് എൻ്റെ മറ്റു സിനിമകളൊക്കെ കുടുംബ പ്രേക്ഷകർക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. എനിക്ക് തോന്നുന്നു ജോസഫ് ഓഫീസർ ഡ്യൂട്ടിയാണ്, എന്നാലും അതിനൊരു ഡാർക്ക് സ്വഭാവമുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടെ ലൈറ്ററാണ്, കുറെ കൂടെ ലെയറുകളിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അബ്സല്യൂട്ട്ലി. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഒന്നുകൂടെ രണ്ടാമത് കാണാനുള്ള ധൈര്യം പലപ്പോഴും കിട്ടാറില്ല. വാട്ട് അബൌട്ട് യു? അത് റിപ്പീറ്റ് അടിച്ച് പിന്നെ കാണാറുണ്ടോ സിനിമകളെല്ലാം? ഞാൻ സത്യസന്ധമായി പടം റിലീസ് ചെയ്താൽ പിന്നെ ഇന്നൊരു സിനിമയും തിരിഞ്ഞു നോക്കി കാണാൻ തോന്നിയിട്ടല്ല, കാണാറില്ല. അതാണ്. കണ്ടിട്ടില്ല? ഒരു സിനിമയും കണ്ടിട്ടില്ല? ഇല്ല. എന്തുകൊണ്ടാണ് സർ ഇതുപോലെ മനക്കെട്ടി? അല്ല, അത് കാണുന്നതിന് മുമ്പ് നമ്മളൊരു പ്രാവശ്യം കണ്ടുപോയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ മേ ബി ഉന്മാദം കുറച്ചുകൂടെ ലൈറ്റർ സിനിമ ആയതുകൊണ്ട് റിലീസിന് ശേഷം നമുക്കൊന്ന് വേണമെങ്കിൽ കണ്ടു നോക്കാം അല്ലേ? താങ്ക് യു സോ മച്ച്. ഇന്ന് ലുലു മോളിൽ എത്തിച്ചേർന്ന് സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെച്ചതിലും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി വെരി മച്ച് സർ. ആൻഡ് നൗ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മൂവിംഗ് ഓൺ. അടുത്തതായി വേദിയിലേക്ക് നമ്മൾ ആരെയാണ് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്? ലൈക്ക് I said in the beginning, one of the incredible actor that we have in the Malayalam film industry, and maybe thinking about her, the one thing that we'll always remember is about her innocent face and innocent smile. ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള മുഖവും ചിരിയും ആയിരിക്കും ആദ്യമേ നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യ ഒട്ടാകെ തന്നെ മലയാള സിനിമയുടെ യശസ് ഉയർത്തിയിട്ടുള്ള മാസ്റ്റർ ആക്ടറാണ്, ദ ഇൻക്രെഡിബിൾ പെർഫോമർ ആണ്. അത്രയും അധികം ഇന്റൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ വളരെ ഇമോഷണലി അഭിനയിക്കുകയല്ല മറിച്ച് ജീവിച്ചാണ് ഓരോ സിനിമകളിലൂടെ നമുക്കായി സമ്മാനിച്ചിട്ടുള്ളത്. So now, Kochi, with a big round of applause marking all our love and honor, let's give it up for the wonderful and incredible actress Lijamol. മികച്ച കാര്യം നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിഷ്കളങ്കമായിട്ടുള്ള ചിരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ താഴെ തന്നെ ചിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. സോ ഹാർട്ടി വെൽക്കം. ട്രെയിലർ ലോഞ്ചിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. ഏറ്റവും പുതിയ സിനിമയാണ്, ചാക്കോച്ചന്റെ കൂടെ പെയറായിട്ട് എത്തുന്നു. മലയാളികൾ എല്ലാവരും ആ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് കാത്തിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഹൗ ആർ യു ഫീലിംഗ്? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഒരു ഈവനിങ്ങിൽ ഇവിടെ എത്തിയതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് പ്രൊഡക്ഷനിൽ നിന്ന് തുടങ്ങി എഡിറ്റർ, ഡയറക്ടർ, അതേപോലെ നമ്മുടെ റൈറ്റർ ആയിക്കോട്ടെ, ചാക്കോച്ചനായിക്കോട്ടെ, ബാക്കി എൻ്റെ എല്ലാ കോ ആക്ടേഴ്സും അത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെയാണ് സിനിമയിലേക്ക് ലൈക്ക് വെൻ യു ഡിസൈഡഡ് ഓക്കെ ഐ ആം ഗോണ ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം, ലൈക്ക് ഇൻക്രെഡിബിൾ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷം പറഞ്ഞു. അറ്റ് വാട്ട് പോയിന്റ് യു ഡിസൈഡഡ് ഈ സിനിമ ഞാൻ ചെയ്യാനായിട്ട് പോവുകയാണെന്നുള്ളത്? അത് പറഞ്ഞപ്പോഴേ ഭയങ്കര ശരിയാണല്ലോ. ഇല്ലില്ല, ഷാഹിക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഷാഹിക്കയുടെ എല്ലാ
എല്ലാ സിനിമകളും തന്നെ ഹിറ്റാണ്. അതേപോലെ എല്ലാം നമ്മൾ പറയുന്നുണ്ട്, എല്ലാവരും എല്ലാം പോലീസ് സ്റ്റോറീസ് ആണ്, പക്ഷെ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ആദ്യത്തെ കോള് ഇങ്ങനൊരു കഥയുണ്ട് വന്ന് കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. തീർച്ചയായിട്ടും കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ചെയ്യാം. എനിക്ക് ഇതിൽ പേഴ്സണലി ചെയ്യാൻ തോന്നി, അല്ലെങ്കിൽ ആഗ്രഹം തോന്നി 1-2 കാര്യങ്ങളുണ്ട്, അതിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് കഥ കേട്ടതേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സിനിമ റിലീസായതിനു ശേഷം നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. അതെ അതെ. ഇപ്പൊ BTS വീഡിയോ നമ്മൾ കണ്ടപ്പോൾ ഞാൻ പറയണ്ട, ഇത് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് നമുക്ക് തരുന്നതെങ്കിലും നിങ്ങൾ എല്ലാവരും വളരെ ജോളി ആയിട്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് സിനിമയുടെ ഭാഗമായത് അല്ലെ. സോ ഐ തിങ്ക് ടീസറിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്തോ അൺനാച്ചുറൽ ആയിട്ടുള്ള അസാധാരണമായിട്ടുള്ള ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത്. അതുപോലെ എന്തെങ്കിലും ഇൻസിഡന്റ്, ഹോണ്ടിങ് ആയിട്ടുള്ള ഇൻസിഡന്റ്, അല്ലെങ്കിൽ അങ്ങനെ നെഞ്ചു പിടിച്ചൊളിക്കുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് സെറ്റിൽ ഉണ്ടായിരുന്നോ? ഇല്ല, സെറ്റില് നമുക്ക് എല്ലാവർക്കും നമ്മൾ വളരെ കൂളായിട്ട് ആണ് ഷൂട്ട് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ചാക്കോച്ചൻ ഇടയ്ക്ക് ഇടവേളകളിൽ മാജിക് ഷോ, ഡാൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അങ്ങനെയൊന്നുമില്ല. വളരെ ഹാപ്പിയായി അതെ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഓക്കെ, താങ്ക് യു സോ മച്ച്, ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ ടീച്ചറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എല്ലാ പ്രേക്ഷകരും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ലിജോ മോൾ ഉണ്ടെങ്കിൽ ഓക്കെ ദർ ഇസ് സംതിങ് കമ്മിങ് അപ്പ് ഇൻ ദ ഫിലിം. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് എലിമെന്റ് മുൻനിർത്തി തന്നെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വി ആർ ഈഗർലി ലുക്കിംഗ് ഫോർവേഡ് ടു ദ റിലീസ് ഓഫ് ദ ഫിലിം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. Thank you. And ladies and gentlemen, we are moving on to the very, very exciting part of the evening, and wait for that, everybody. Okay. ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ ഗ്യാതറിംഗിൽ നിങ്ങൾ എല്ലാവരും ഏറ്റവും അധികം എക്സൈറ്റഡ് ആയത്, ഏറ്റവും അധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഇവിടെ നമ്മൾ തിരികെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. സോ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ഇനി ആരെയാണ് നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത്. ഒരുപാട് വർഷങ്ങളായി, ഒരുപക്ഷെ നമ്മുടെ എല്ലാം ചെറിയ കാലം മുതലേ നമ്മൾ കാണുന്ന ഒരു മുഖമാണ്. പക്ഷെ അന്നും ഇന്നും ആ ഒരു എനർജിക്കോ ആ ഒരു സ്റ്റൈലിനോ ആ ഒരു ചാമിനോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതിപ്പോ നമ്മളെ റൊമാൻസിൽ ആഴ്ത്തുന്ന കാര്യത്തിലാണെങ്കിലും സ്റ്റേജിൽ വന്ന് അസലായിട്ട് ഡാൻസ് കളിക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റൊരാൾക്കും ചാലഞ്ച് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മലയാള സിനിമയിലൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന താരമാണ്. ആൻഡ് ബിയോണ്ട് ഡാൻസ്, ബിയോണ്ട് ഹിസ് റൊമാൻസ്, വി ഓൾ നോ ദാറ്റ് ഹൗ വണ്ടർഫുൾ ഓഫ് ആൻ ആക്ടർ ഹി ഈസ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിലെല്ലാം വ്യത്യസ്തമായി, കണ്ടു ശീലിച്ചിട്ടുള്ള ഐഡന്റിറ്റിയിലെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ ബോൾഡ് ആയിട്ടുള്ള, എക്സ്ട്രീംലി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യന് അങ്ങേയറ്റം റിലേറ്റബിൾ ആയിട്ടുള്ള പവർഫുൾ ക്യാരക്ടേഴ്സ് കൊണ്ടുവന്ന് നമ്മളെ കൂടുതൽ കൂടുതൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, he have conquered dance, he have conquered romance, he have conquered killer acting moments, and we can say that he is the evolution, he is the undisputed pride of Malayalam film industry. And now scream your lungs everybody, as this is the moment where we welcome our favorite Kunchaka Boban, നമ്മുടെ സ്വന്തം ചാക്കോച്ചനെ ഗംഭീരമായിട്ടുള്ള കൈയ്യടി നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഉന്മാദം സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ നമ്മളെ കൂടുതൽ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആസ് യൂഷ്വൽ, പതിവ് തെറ്റിക്കാതെ ഒരു മാസ് ലുക്കിലാണ് ചാക്കോച്ചൻ ഇത്തവണയും എത്തിയിരിക്കുന്നത് അല്ലേ. അപ്പൊ വീണ്ടും ത്രില്ലർ സിനിമ, വീണ്ടും ഒരു പോലീസ് കഥാപാത്രം. നമ്മളെല്ലാവരും നേരത്തെ ഞാൻ പറഞ്ഞു സമാധാനം കുറച്ചധികം ഈ സിനിമയിൽ കിട്ടുന്നുള്ളത്. പക്ഷെ എന്നാലും പണ്ട് നമ്മൾ പറയും ചാക്കോച്ചന്റെ സിനിമ കാണാനായിട്ട് പോവുകയാണെങ്കിൽ ഡാൻസ് ഒക്കെ കണ്ട് റൊമാൻസ് ഒക്കെ കണ്ട് നമുക്ക് ഹാപ്പി ആകാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പൊ കുറച്ചധികം ടെൻഷനിലാണ് ചാക്കോച്ചന്റെ ഓരോ സിനിമയും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലുണ്ട്. സോ ഹൗ ആർ യു ഫീലിംഗ്? പുതിയ സിനിമ പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത്രയും വലിയ ക്രൗഡിന് മുന്നിൽ ചാക്കോച്ചൻ ഇപ്പൊ എന്താണ് പറയാനുള്ളത്? भाई और बहनों, मेरे प्यारे दोस्तों, हमारे प्रोडक्शन हाउस मुंबई से आया है, इसलिए हिंदी में शुरू किया. इन्हीं मलयाളത്തിലും എന്തുണ്ട് വിശേഷം? സുഖം? ഉന്മാദം സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ മലയാളികളെയൊക്കെ ഇന്ന് പ്രത്യേകിച്ച് ഉന്മാദത്തിലാഴ്ത്തിയ 1-2 വാർത്തകൾ നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കി മാറ്റാം. The one and only, the best of the best, national award for the best actor മമ്മൂക്കയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. So big congratulations to Mammootka from all our heart, നമ്മുടെ ഹൃദയത്തിൽ നിന്നും.
നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായ മമ്മൂക്കയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് മികച്ച നടനുള്ളത്. അതുപോലെ തന്നെ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്ക് മികച്ച മലയാള സിനിമ, നമ്മുടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. സോ കൺഗ്രാലേഷൻസ്. നമ്മുടെ മലയാള സിനിമയിൽ നിന്നും എന്താ പറയാ, അവിസ്മരണീയമായ അഭിമാനമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് ഈ വേദിയിൽ നിങ്ങളോടൊപ്പം, എല്ലാ മലയാളികളോടൊപ്പം, ഉന്മാദം ടീമിനോടൊപ്പം ഈ വേദിയിൽ നിങ്ങളോട് ഒപ്പം ചേർന്ന അഭിനന്ദനങ്ങൾ ആഘോഷമാക്കി മാറ്റാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സോ വൺസ് അഗൈൻ കൺഗ്രാലേഷൻസ് ടു ദ വിന്നേഴ്സ്, ഓൾ ദ വിന്നേഴ്സ് ഓഫ് നാഷണൽ അവാർഡ് ഇപ്രാവശ്യത്തേത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ കിരൺദാസ് എന്ന പുതുമുഖ സംവിധായകൻ ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്ത് ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ഉന്മാദം. അതുപോലെ തന്നെ അദ്ദേഹം ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്തിനോടൊപ്പം ചേരുന്ന ആദ്യത്തെ ഒരു സിനിമയും കൂടിയാണ്. ഷാഹിയുടെ കൂടെ ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് നായാട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് ഉന്മാദത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എവിടെ ഷാഹി എന്ത് ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആ ഒരു സ്നേഹമുണ്ട്. പിന്നെ ഒരുപാട് പുതിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു. നേരത്തെ സൂചിപ്പിച്ച പോലെ ലിജോമോളുടെ കൂടെ ആദ്യമായിട്ടൊരു വേദി, ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ സാധിച്ചു. ഇവിടെ വേറെ ഉണ്ണിയിലാലുമൊക്കെ വന്നിട്ടുണ്ട്, ഉണ്ണി ഗോകുലൻ, അവരോട് കൂടെ ഞാൻ വേറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോട്ടാസ്, 2 ചോട്ടാസ് ഇവിടെ ഇരിപ്പുണ്ട്. കൃഷ്ണപ്രഭ, എൻ്റെ തിരിച്ചുവരവിലെ ഗുലുമാല തൊട്ടുള്ള ഒരു അഭിനയ എന്താ പറയാ അഭിനയം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, പിന്നെ ഈ നമ്മളെ സ്ക്രീനിൽ കാണുന്ന ഒരുപാട് ആൾ, സുധീഷ് ഉണ്ട്, ഷാജു ഉണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ അതിനപ്പുറം ഉന്മാദം എന്ന സിനിമയിലേക്ക് വരുമ്പോൾ നേരത്തെ പലരും പറഞ്ഞ പോലെ പോലീസ് കഥ അല്ലെങ്കിൽ ഡാർക്ക് ത്രില്ലർ മിസ്റ്ററി എന്ന് പറയുന്നതിനപ്പുറം എന്താണ് ഉന്മാദത്തിന് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളൊരു ഒരു ഒരു ആലോചന പുറത്താണ് ഉന്മാദം സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ കഥ വർഷങ്ങൾക്ക് മുമ്പ് പല രീതികളിൽ പല ആളുകളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ അത് ഉന്മാദം എന്ന സിനിമയായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഒരു പരിണാമം ഏറ്റവും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി മാറുന്നതനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം ആ കഥയ്ക്കും തിരക്കഥയ്ക്കും അതിൻ്റെ അവതരണത്തിലും എല്ലാം വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ക്യാമറയുടെ മുമ്പിലും പിൻപിലും അല്ലെങ്കിൽ കൂടെയും നിന്നിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ഉന്മാദം ഒരിക്കലും ഒരു ഒരു എന്താ പറയാ, നിങ്ങളെ രണ്ടാമതും മൂന്നാമതും കാണാനായിട്ട് ഭയപ്പെടുത്തുന്ന സിനിമയായിരിക്കും. അത് നിങ്ങൾക്ക് രണ്ടാമതും മൂന്നാമതും കാണാനായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റാനായിട്ട് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കട്ടപ്പണിയെടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു ടീസർ റിലീസ് ചെയ്ത സമയത്ത് അതിനുള്ളൊരു റെസ്പോൺസും അത് ഇപ്പോൾ ഈ ട്രെയിലർ റിലീസിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എന്താണ് ഉന്മാദം എന്നുള്ള സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ട്രെയിലർ തന്നെയായിട്ട് മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഒരു എന്താ പറയുക, നമ്മളൊരു ഫുട്ബോളിൻ്റെ ഒരു ആവേശവും എല്ലാം കഴിഞ്ഞിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. സോ അപ്പം ഇപ്പോൾ ആ ഒരു ഫുട്ബോളിൻ്റെ ഉന്മാദം മാറി സിനിമ തിയേറ്ററിൽ ഉന്മാദം എന്ന സിനിമയുടെ ഉന്മാദത്തിൽ നിങ്ങളെല്ലാവരും ചേരണം അല്ലെങ്കിൽ ചേരും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഉന്മാദം സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഈ മാസം 31-ാം തീയതി നിങ്ങളെല്ലാവരും ഇവിടെ ഈ ഒരു വേദിയിൽ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കർക്കിടക മാസം തുടങ്ങി അല്ലെങ്കിൽ ഫുട്ബോളിന്റെ ആവേശമൊക്കെയാണ്. പക്ഷെ അതിനപ്പുറം സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ഇവിടെ വരുന്നത് ഞങ്ങൾക്കൊരു ഊർജ്ജം തന്നെയാണ്. സോ താങ്ക് യു. ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആ സമയം കണ്ടെത്തി ഈ സ്നേഹം ഞങ്ങൾക്ക് കാണുവാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നൽകുവാനായിട്ട് വന്നതിന് ഒരുപാട് നന്ദി. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയായിട്ട് അതിന്റെ ഉന്മാദം നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. അത് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ 100-110% ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ട്രെയിലറിലൂടെയും ഇനി അതിനുശേഷമുള്ള ഗാനങ്ങളിലൂടെയും 31-ാം തീയതി തിയേറ്ററിൽ വരുമ്പോൾ ആ സിനിമയിലൂടെയും അത് ഞങ്ങൾക്ക് നിറവേറ്റാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഒന്നും പറയുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഉന്മാദം. നേരത്തെ എൻ്റെ പേര് ചോദിച്ചില്ല, അമീൻ. ഓക്കെ, നേരത്തെ അമീൻ സൂചിപ്പിച്ച പോലെ ഇതിൽ കുറച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ശരിയല്ലാതെ ആവാം. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആൾക്കാരുടെ കൗതുകം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന
ഒരു സിനിമയാണ്. ഇമോഷൻസ് ഉണ്ട്, ത്രില്ലുണ്ട്, മിസ്റ്ററി ഉണ്ട്, ഡാർക്ക്. ഇതിന് മുമ്പുള്ള ഷാഗ് സിനിമകളുടെ അത്രയും ഡാർക്ക് അല്ല എന്തായാലും. അത് തിരക്കഥാകൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി മറിച്ചെന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പുള്ളിയുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. പുള്ളി വിളിച്ച് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. സോ ഉന്മാദം എന്നുള്ള സിനിമ 31-ാം തീയതി തിയേറ്ററിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്നേഹവും ഈ ഒരു സപ്പോർട്ടും തീർച്ചയായിട്ടും തിയേറ്ററുകളിലും ലഭിക്കും, അല്ലെങ്കിൽ നൽകും എന്നുള്ള വിശ്വാസത്തോടു കൂടി താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ചാക്കോച്ചനങ്ങനെ നന്ദി പറഞ്ഞെങ്കിലും നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോ നമുക്ക് ഉന്മാദം തരുന്ന കുറെ കാര്യങ്ങൾ ചാക്കോച്ചൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ചാക്കോച്ചനോട് അത്രയും സ്നേഹം ഉള്ളിൽ വെച്ചിട്ടാണ്, ഒരുപാട് സ്നേഹത്തോടെ കാണുന്ന ഒരു മുഖമാണ് ചാക്കോച്ച. ആ 1997 ഇപ്പോൾ 2026 ഓൾമോസ്റ്റ് 29 ഇയേഴ്സ് അല്ലേ, 30 വർഷമായിട്ട് ഇങ്ങനെ അതേ ചാമ്പോട് കൂടി അതേ സ്റ്റൈലോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ പിറകിലുള്ള സീക്രട്ട് എന്താണ് ചാക്കോച്ച? അതിന്റെ പിറകിലുള്ള ഉന്മാദം എന്താണ്? വാട്ട് ഈസ് മേക്കിംഗ് യു ദിസ് വൈബ്രന്റ് ആൻഡ് ദിസ് എനർജറ്റിക് എവറി ടൈം? എനിക്ക് വാക്കുകളില്ല. കാരണം ഞാൻ എന്നെ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ എന്നെ വിശ്വസിച്ച, എന്നെ സ്നേഹിച്ച പ്രേക്ഷകരോട്, സിനിമാ പ്രവർത്തകരോട്, സിനിമാ ലോകത്തിനോടുള്ള നന്ദിയാണ്. അപ്പം ആ നന്ദി, ആ സ്നേഹം തിരിച്ചു നൽകുക എന്നുള്ളത് നല്ല സിനിമകളിലൂടെയും നല്ല കഥാപാത്രങ്ങളിലൂടെയുമാണ്. അതിൻ്റെ ഒരു യാത്രയുടെ ഭാഗമായിട്ടായിരിക്കും ഉന്മാദവും അതിലെ ശൈലിയും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എന്തോ ആരാ വിളിക്കുന്നേ? ആരാ? ഇയാളാണോ? വരുന്നോ? ചോട്ടം ഇങ്ങോട്ട് വിട്ടു. കുറെ നേരമായിട്ട് ചാക്കോച്ച ചാക്കോച്ച എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു മെടുക്കനാണ് ഇതാ സ്റ്റേജിലേക്ക് എത്തിയിട്ടല്ല. പേരെന്താ? ലയാൻ. അടിപൊളി. ഇങ്ങനത്തെ ചോട്ടകൾ ഇപ്പോഴും ഉള്ളതാണ് എന്നെ ഇങ്ങനെ നിർത്തുന്നത് നിങ്ങളുടെ മുന്നിൽ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്നേഹത്തിനും ഒരുപാട് നന്ദി. ചോട്ടാസും ബഡാസും ബഡാസിന്റെ ബഡാസും എല്ലാം കൂടെ ചേർന്ന് ഇപ്പോഴും ഈ ചാക്കോച്ചനെ നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചനായിട്ട് നിലനിർത്തുന്നതിൽ ഒരുപാട് സന്തോഷം. അത് ഈ ചോട്ടയ്ക്ക് ഒരു സിംബോളിക് ആയിട്ട് ഒരു ഉമ്മ കൊടുത്തു. തിരിച്ചൊരു ഉമ്മ വരുമോ? ലേഡീസിനെ കൊടുക്കുള്ളൂ അല്ല? ഓക്കെ, താങ്ക് യു. അപ്പോ ലയയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാരാണ്? സനീഫയ്ക്കാണോ? അതെ, അവന്റെ അച്ഛനും അമ്മയോട്. അപ്പൊ ഈ ഒരു സ്നേഹവും എല്ലാം തന്നെയാണ് എന്നെ നിലനിർത്തുന്ന ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ കഴിവുകൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ തന്നതിന്, എപ്പോഴും തരുന്നതിന്, നൽകുന്നതിന് നിങ്ങളോട് എല്ലാവരോടും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഐ ലവ് യു ഓൾ ഓഫ് യു ഗൈസ്. താങ്ക് യു. ചാക്കോച്ച, ഒരു കാര്യം കൂടെ ഒബ്വിയസ്ലി ചാക്കോച്ചൻ സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, ഡാൻസ് കളിക്കോ എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ട്രെയിലർ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെന്റ് ആയതുകൊണ്ട് ട്രെയിലർ ലോഞ്ച് ചെയ്തതിനു ശേഷം ചാക്കോച്ചന്റെ ഡാൻസ് ആവാല്ലേ നമുക്ക്? എൻ്റെ അടുത്ത് ഇവിടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ പ്രൊഡക്ഷൻ കമ്പനി ബോംബെ എന്നുള്ള ആൾക്കാരാണ്. സോ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡാൻസ് ചെയ്ത് പരിപാടി കുളവാക്കരുത്. സോ താങ്ക് യു മനോരമ സ്റ്റുഡിയോസ് ഫോർ മേക്കിംഗ് ദാറ്റ് ഓഫർ ടു മീ. സോ അവർക്ക് വേണ്ടി എന്തായാലും നൃത്തം ചെയ്യുന്നില്ല. നമ്മുടെ ഓഡിയോ ലോഞ്ച് വരുമ്പോൾ ആ സമയത്ത് എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ എപ്പോൾ അമ്മൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്ന ചോദിച്ചാൽ മതി അല്ലേ? എന്തായാലും ട്രെയിലർ പരിപാടി എന്തിനാണോ നമ്മളിവിടെ വന്നത് ആ പരിപാടി ആദ്യം നടക്കട്ടെ. അത് നടന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ലെറ്റ് us see നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കാതെ ട്രെയിലർ ലോഞ്ചിലേക്ക് തന്നെ പോവാം അല്ലേ? ഇപ്പോൾ ചാക്കോച്ചൻ ഓൾറെഡി ഇതാ നമ്മളോടൊപ്പം സ്റ്റേജിലുണ്ട്. ആൻഡ് നൗ ടു മേക്ക് ദിസ് എ പിക്ചർ പെർഫെക്റ്റ് മൊമെന്റ്, നമ്മൾ കാത്തിരിക്കുന്ന ഒരു ട്രെയിലർ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിനായിട്ട് we need the stars of the film on stage as well. ഒരിക്കൽ കൂടി വേദിയിലേക്ക് നമ്മുടെ ഡയറക്ടർ ശ്രീ കിരൺ ദാസ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. And also seeking the valuable presence of Mr. Kumar Mangal Pathak sir to join for the trailer launch. Also welcoming the writer Mr. Shahi Kabir sir. Also seeking the valuable presence of the DOP of the film Mr. Arjun Sethu. We are having all the male artists and crew over here. ഇത് കംപ്ലീറ്റ് ആക്കണ്ടേ നമുക്ക്? നമ്മുടെ സ്വന്തം താരം ലിജോ മോൾ വീണ്ടും ഇന്നസെന്റ് ആയിട്ടുള്ള ചിരിച്ചിരിച്ച് താഴെ ഇരിക്കുകയാണ്. And definitely without her this moment would be incomplete. So ladies and gentlemen, ഒരിക്കൽ കൂടി ട്രെയിലർ ലോഞ്ചിലേക്ക് നമ്മുടെ സ്വന്തം ലിജോ മോൾ എത്തിയിരിക്കുകയാണ്. കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന ചോട്ട
Okay, I think നമ്മുടെ കാസ്റ്റ് എല്ലാവരും തന്നെ വേദിയിൽ എത്തിയിട്ടുണ്ട്. Also requesting all other stars, all the members of Unmadam team to mark the valuable presence here on the floor. As now we are moving on to the trailer launch. Okay. അപ്പൊ എല്ലാവരും റെഡിയാണ്? സ്റ്റേജിൽ എത്തിയല്ലേ? അല്ല, ഞങ്ങൾ ഇങ്ങനെ നിന്ന് അവർക്ക് കാണാൻ പറ്റുമോ? നമുക്ക് രണ്ട് സൈഡിലേക്ക് നീങ്ങി നിന്ന് പ്ലേ ചെയ്തതിന് ശേഷം താഴേക്ക് ഇരുന്നോടെ നമുക്ക് ഒന്നുകൂടെ കാണാം. So now, ladies and gentlemen, the moment we all have been waiting for is right here. Are you all ready for the trailer of Unmadam? If yes, here it comes on the floor. I am welcoming a co-producer, Mr. Rajesh Menon, and also the creative producer, Mr. Abhinav Mehrotra from Panorama Studios to mark their presence here on the floor. Now to make this moment even more complete, welcoming Mr. Kamalesh sir from Panorama Studios on the floor. Mr. Kamalesh sirനെയും ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I was just looking, എല്ലാവരും സ്റ്റേജിലെത്തി. നമ്മുടെ റൈറ്റർ ഷാഹി സർ വരുന്നില്ലേ? And also taking a look around, Vinod sir, yes. Vinod sirന്റെ സാന്നിധ്യം കൂടെ നമ്മൾ സ്റ്റേജിൽ ഈ ഒരു നിമിഷം ആഗ്രഹിക്കുകയാണ്. And now I think we are almost complete there with a stars, with the cast and crew of Unmadam. എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു ചിരി കാണട്ടെ. Like everybody is busy clicking pictures. Come on, smile everyone, smile, smile, smile. Now I think ഇനി നമ്മളോട് സംസാരിക്കാൻ കുറേ അധികം പേരുണ്ടല്ലേ. അപ്പൊ ആരെയാണ് ഇനി ട്രെയിലർ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളോട് സംസാരിക്കുന്നതിനായിട്ട് വെൽക്കം ചെയ്യുന്നത്? ആ സൈഡിൽ നിന്ന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. സന്തോഷമുണ്ട് ഈ ഉന്മാദം സിനിമയുടെ ഭാഗമായിട്ട് എത്തിച്ചേരാൻ സാധിച്ചത്. താങ്ക് യു കിരൺ, അതുപോലെ താങ്ക് യു ഷാഹി സാർ, താങ്ക് യു പനോരമ സ്റ്റുഡിയോസ്, പിന്നെ എൻ്റെ സുഹൃത്ത് എൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ലതീഷ് കുമാർ, താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്വന്തം കുഞ്ചാക്കോ ബോബൻ, താങ്ക് യു സോ മച്ച്. കാരണം സാധാരണ ഞാൻ ഇങ്ങനത്തെ ഒരു വേഷമൊന്നും ഇടാറില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ രാവിലെ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ രണ്ട് കൂട്ടുകാർ കൂടെ ഉണ്ട്, അവരവിടെ ഉണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, സാധാരണ ഇങ്ങനെയൊന്നും വേഷം ഇടാറില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ചാക്കോ ബോബൻ്റെ പരിപാടിയാണ്, കുറച്ച് മെനയായിട്ടൊക്കെ ഭംഗിയായിട്ടൊക്കെ ചെല്ലാമെന്ന് ചെയ്തിട്ടാണ് ഈ വേഷത്തിൽ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ കുഞ്ചാക്കോ ബോബൻ എന്നെ ചതിച്ച് അദ്ദേഹം ഒന്ന് മുണ്ട കൊടുത്തിട്ട് വേറെ ഒരു ഗെറ്റപ്പില്ല, ഞാനത് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ 97 മുതൽ ഈ 2026 വരെ ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഈ പടത്തിൻ്റെ ഷൂട്ടിന് ചെന്നപ്പോൾ, സ്പോട്ടിൽ ചെന്നപ്പോൾ ഞാനും ഉണ്ണി ആദ്യം എത്തി. അതിനുശേഷമാണ് കുഞ്ചാക്കോ ബോബൻ, അതായത് ഞങ്ങളുടെ ചാക്കോച്ചൻ വരുന്നത്. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, ഇദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പുറകെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ മുമ്പിൽ ചെന്നപ്പോഴാണ് ഇത് കുഞ്ചാക്കോ ബോബനാണെന്ന് എനിക്ക് മനസ്സിലായത്. അത്രയും മാറ്റം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഈ ബോൺസായി പോലെ വെട്ടി നിൽക്കാൻ പറ്റുന്നത്? ഇതൊരു ബോൺസായി പോലെ വളരെ അനുവദിക്കുന്നില്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സൈഡും എല്ലാം വെട്ടി നിൽക്കുകയാണ്. ഇത്രയും വർഷവും നമ്മളെ ഇങ്ങനെ ഉന്മാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ചാക്കോ ബോബൻ്റെ ഉന്മാദം എന്ന സിനിമ 31-ാം തീയതി റിലീസാവുകയാണ്. എല്ലാവരും കാണുക, ആസ്വദിക്കുക. താങ്ക് യു സോ മച്ച്. മൈക്ക് മേടിച്ചപ്പോൾ നമ്മൾ കരുതില്ല ഇത്ര രസകരമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു അല്ലേ. നിങ്ങളുടെ കുഞ്ചാക്കോ ബോബൻ ആ ഒരു സ്ട്രെസ് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ചാക്കോച്ചാ ഹാപ്പി ആയില്ലേ? ഓക്കേ, അപ്പോൾ ഇനി കൂടുതൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യാനായിട്ടതാ ഇല്ല. ഹലോ, ഹായ്, നമസ്കാരം. ഇവിടെ ഞാൻ രണ്ടാമത്തെ തവണയാണ് സത്യം ഒരു പടത്തിന്റെ ലോഞ്ചിന് വരുന്നത്. അതിൽ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചനെ പോലെ എൻ്റെ സ്വന്തം ചാക്കോച്ചൻ, ഞാൻ ഓഫീസർ ഡ്യൂട്ടിക്ക് ശേഷം ചാക്കോച്ചനോടെ ചെയ്യുന്ന അടുത്ത പടമാണ് ഉന്മാദം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു ചാക്കോച്ച. പിന്നെ കിരൺ ചേട്ടാ, ഷൈക്ക, എല്ലാവരോടും താങ്ക് യു ഈ ഒരു ക്യാരക്ടർ പരിപാടി എനിക്ക് തന്നതിലും.
അതിൽ ഈ ടീമിന് ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു വലിയ പരിപാടി ഒന്നും അല്ലെങ്കിലും ഈ ഒരു ഫാമിലിയിൽ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സോ നിങ്ങളെപ്പോലെ ഞാനും ഈ സിനിമയ്ക്ക് വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. സോ ഒരു ഓഫീസർ പോലെ അടുത്തൊരു നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ്റെ ഒരു ഭീകര ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാരണം ആ പടത്തിൽ ഞാനുണ്ട്, ഈ പടത്തിൽ ഞാനുണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും എല്ലാവരും സിനിമ ജനുവരി 30 കാണുക. സോറി, ജൂലൈ 30 റിലീസാണ്. അപ്പൊ എല്ലാവരും തിയേറ്റർ പോയിട്ട് സിനിമ കാണുക. താങ്ക് യു സോ മച്ച്. എൻ്റെ ഞങ്ങളുടെ മക്കളായിട്ട് അഭിനയിച്ച 2 അസുര വ്യക്തികളെന്ന് പറയുന്നില്ല, നല്ല അടിപൊളി ടീമുകൾ. ഇതില് ഇവന്റെ കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഇവൻ ഭയങ്കര വേന്ദ്രനാണ്. ഇവന്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഈ പടത്തിലെ ഡയലോഗുകൾ മൊത്തം ഇവൾക്കേ ഉള്ളൂ. ഇവനാണെങ്കിൽ ഫുൾ ടൈം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. വാതുറക്കാനായിട്ട് ഡയലോഗിന് വേണ്ടി വാതുറക്കാൻ സമ്മതിക്കത്തില്ല, ഭക്ഷണം കഴിക്കാനായിട്ട്. ഇതാണെങ്കിൽ ഭക്ഷണം കഴിക്കും, ഡയലോഗും പറയും. അപ്പൊ അതിന്റെ ഒരു വിഷമം ഇവനുണ്ടായിരുന്നു. ഈഗോ. ഞാൻ പറഞ്ഞ മക്കളെ, ഇതാണ് കല്യാണം കഴിഞ്ഞാലും കല്യാണത്തിന് മുമ്പാണെങ്കിലും ഇത് തന്നെയാണ് പരിപാടി. നമ്മുടെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും. അപ്പൊ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ എന്താണ് മോൾക്ക് പറയാനുള്ളത്? എനിക്ക് ഈ ലിജോ ചേച്ചിയും ചാക്കോച്ചനങ്ങളും ശരിക്കും അമ്മയും അച്ഛനെയും പോലെ തന്നെയാണ് എനിക്ക് ഇതായിട്ടുള്ളത്. പിന്നെ ചാക്കോച്ചനങ്ങൾ എനിക്ക് കുറച്ച് മാജിക്കും പിന്നെ ഡാൻസ് ഒക്കെ ഇങ്ങനെ കളിച്ച് കളിക്കും. എനിക്ക് അത്ര ഉള്ളു പറയാൻ. നല്ല സെറ്റ് ആയിരുന്നു. എന്റെ മോൻ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോട്. ചാക്കോച്ചൻ ഒരു വലിയ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് ചോദിച്ചപ്പോ ഇനി നിന്റെ ചാൻസ് ആണ് ഇതിന്റെ മേളുടെ ഡയലോഗ് പറയാനുള്ളത്. എനിക്ക് ആകെ പറയാനുള്ളത്, വളർന്നു വന്ന കലാകാരന്മാരോടൊപ്പം ഞങ്ങൾ ഇനി വളർന്നു വരാൻ പോകുന്ന കലാകാരന്മാരെയും കൂടി സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ എല്ലാവരും സിനിമ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ ഏറ്റവും നല്ലൊരു ടീമിൻ്റെ കൂടെ ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഈ സിനിമയുടെ വിജയത്തിൽ കുറച്ചൊന്നും അല്ലാതെ കാര്യമായിട്ട് പറയുന്നതല്ലാതെ നമ്മൾ ഈ സിനിമയുടെ ഒരു സക്സസ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെവരെയും ഈ സിനിമ കണ്ട് ഇത് വിജയിപ്പിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ നാളെ ഫൈനലാണ്. അർജന്റീനയുടെ വിജയവും നമ്മൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അതും കൂടെ ഇവിടെ പറഞ്ഞേക്കാം. താങ്ക് യു സർ. അതൊരു ടാക്ടിക്കൽ മൂവ് ആയിരുന്നു അല്ലെ, നമ്മുടെ എല്ലാവരുടെയും എനർജി കൂട്ടാനായിട്ട്. അർജന്റീന ജയിക്കണം, ഇല്ല സ്പെയിൻ. ഓക്കെ, രണ്ടുപേരും ഇവിടെ കട്ടിക്കുണ്ട്. കൃഷ്ണപ്രഭ ചേച്ചി, യെസ്, എന്താണ് പറയാനുള്ളത്? ഹൗ എക്സൈറ്റഡ് ആർ യു? എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഏതൊരു അഭിനേതാവിനും വലിയൊരു ആഗ്രഹമാണ് ഇപ്പോഴത്തെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ടീമിനോടൊപ്പം അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് എല്ലാ ആക്ടേഴ്സിൻ്റെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാനും ഏറെ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴും ചാൻസ് ചോദിക്കലും ഒക്കെ അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഷായിക്കയുടെ ഒരു റൈറ്റിങ്ങിൽ നമുക്ക് അഭിനയിക്കാൻ സാധിക്കണം എന്ന് പറയുന്നത് എല്ലാ ഒരു ആക്ടേഴ്സിൻ്റെയും ഒരു ഡ്രീമാണ്, നല്ലൊരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ വിളി വന്നതും ഞാൻ ഇതിൽ ചെയ്യാൻ എനിക്കിതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതും ഒക്കെ വലിയ സന്തോഷമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഒരു സ്വപ്നം കാണുന്ന ഒരു വേദി തന്നെയായിരുന്നു ഇത്. കാരണം നമ്മളും കൂടി ഭാഗമായുള്ളൊരു സിനിമയുടെ ഒരു ട്രെയിലർ ലോഞ്ചോ അല്ലെങ്കിൽ ഓഡിയോ ലോഞ്ചോ ഒക്കെ ഇതുപോലെ ലുലു മോളിൽ വെച്ച് നടക്കുക, ഇതിൽ നിറഞ്ഞ സദസ്സിൽ നടക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ സ്വപ്നം കണ്ടാൽ എല്ലാം സാധിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നല്ലൊരു ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിലാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എല്ലാവരും ചാക്കോച്ചൻ നേരത്തെ പറഞ്ഞ പോലെ ഗുലുമാല, അന്ന് ഗുലുമാലിൽ കണ്ട ചാക്കോച്ചനെ അല്ല ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ കാണാൻ മീൻസ് ക്യാരക്ടേഴ്സ് വൈസ് നമുക്ക് അദ്ദേഹം തരുന്നത് വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കഥാപാത്രമായിട്ടാണ്. അപ്പോൾ അത്തരം ചേഞ്ചസിനോടൊപ്പം നമുക്കും ഭാഗമാവാൻ പറ്റുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ലിജോ ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു നല്ല വണ്ടർഫുൾ ടീമിനൊപ്പം ഷാജാനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സെറ്റ് ചിരിപ്പിച്ചുകൊണ്ടിരുന്നയാള്. അപ്പം അങ്ങനെ എല്ലാവരുമായിട്ടും നല്ലൊരു പ്രൊഡക്ഷനോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ
ഒക്കെ വലിയ സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. ഈ പടം എല്ലാവരും ഇന്ന് തിയേറ്ററിൽ വന്ന് കാണുക, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക.